ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ സോസേജ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് വഴറ്റാം. എല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു തവ അടുപ്പിൽ വെച്ച് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. സോസേജ് എല്ലാം വെന്ത് അരപ്പെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. സോസേജ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.